നമസ്കാരം. SFIയുടെ കൊടും ക്രൂരത വീണ്ടും ഒരു മരണത്തിന് കൂടി ഇടയാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ആളിനെ ഇവർ പറഞ്ഞത് കേൾക്കാത്തതിന് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിലും അപമാനത്തിലും മനംനൊന്ത അദ്ദേഹം വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു. 51 വയസ്സുള്ള ഇവന്റെയൊക്കെ അച്ഛനാകാൻ പ്രായമുള്ള നൃത്ത അധ്യാപകനെയാണ് മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. സിദ്ധാർത്ഥിന്റെ മരണത്തിലും കണ്ണു തുറക്കാത്ത SFI ക്രിമിനലുകൾ കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷമാണ് കൊയിലാണ്ടിയിൽ അമലിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത്. ഇതിന് പിന്നാലെയാണ് സർവകലാശാല കലോത്സവത്തിനെത്തിയ KSU യൂണിയൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും മർദ്ദിച്ചത്. ഇതിന് പിന്നാലെയാണ് 51 വയസ്സുകാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. ഞാൻ നിരപരാധിയാണെന്ന് എഴുതി വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിക്കൊടുത്തിരിക്കുന്ന തണലിലാണ് ഈ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നത്. രക്ഷകർത്താക്കൾ രംഗത്തിറങ്ങി ഈ ക്രിമിനൽ സംഘത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ മക്കളെ കോളേജിൽ അയക്കുന്നതെന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ക്രിമിനലുകൾ കേരളത്തെ എത്തിച്ചിരിക്കുന്നു. ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പൊതുസമൂഹം ഒന്നാകെ രംഗത്ത് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. FCI ഗോഡൌണിലെ അരിവില കൂട്ടി BJP-ക്കാരെ കൊണ്ട് വിറ്റഴിച്ച കേന്ദ്ര സർക്കാരിന്റെയും മോദിയുടെയും നടപടി അല്പത്തരമെന്നാണ് എല്ലാവരും ആക്ഷേപിച്ചത്. കേരള മുഖ്യമന്ത്രിയും അല്പത്തരമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ വലിയ അല്പത്തരമാണ് കേരള അരിയുടെ പേരിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 10 കിലോ അരി കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്നതാണ്. അന്ന് ജയ, മട്ട, കുറുവ അരി ഇഷ്ടാനുസരണം വാങ്ങാനുള്ള സംവിധാനമുണ്ടായിരുന്നു. ആ 10 കിലോയിൽ ജയ, മട്ട, കുറുവ അരി വാങ്ങുന്നത് 5 കിലോ ആയി പരിമിതപ്പെടുത്തി. ബാക്കി 5 കിലോയുടെ കാര്യം ആലോചിക്കാമെന്നാണ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. അപ്പോൾ കെയറൈസിന്റെ പേരിൽ കൂടുതൽ അരിയല്ല നൽകുന്നത്. കെയറൈസ് ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഒരിടത്തും അരിയില്ലാത്ത അവസ്ഥയാണ്. ആകെയുള്ളത് കെയറൈസ് എന്ന് എഴുതിയ സഞ്ചി മാത്രമാണ് പുതുതായി വന്നത്. ഇവർ എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഇപ്പോൾ തന്നെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ജനങ്ങളെ കബളിപ്പിക്കരുതെന്നാണ് മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. EP ജയരാജൻ LDF കൺവീനറാണോ NDA കൺവീനറാണോ എന്നും സംശയമുണ്ട്. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ B ടീം ക്യാപ്റ്റനാണ് ജയരാജൻ. അതേ ടീമിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. BJPയുടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറയുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് ജയരാജന് പ്രത്യേകത മമതയുണ്ട്. കേരളത്തിലെ CPMന് BJPയുമായി അന്തർധാര മാത്രമല്ല, BJP നേതാക്കളുമായി CPM നേതാക്കൾ ബിസിനസ് പാർട്ട്ണർഷിപ്പും തുടങ്ങിയിരിക്കുകയാണ്. EP ജയരാജനും കുടുംബത്തിനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പുണ്ട്. അന്തർധാരയ്ക്കും ധാരണയ്ക്കും പിന്നാലെയാണ് ഇപ്പോൾ CPM BJP നേതാക്കൾ തമ്മിലുള്ള ബിസിനസ് ബന്ധം. കേരളത്തിലെ CPMയുമായി ധാരണയുണ്ടായിരുന്നെന്നും അത് നിഷേധിക്കാനാകില്ലെന്നും RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ്. സ്വന്തം പാർട്ട്ണറെ ജയരാജൻ തള്ളിപ്പറയില്ല. BJPക്ക് ഇല്ലാത്ത സ്പേസ് CPM ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ത് ധാരണയുണ്ടെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJPയെ കോൺഗ്രസും UDFും അനുവദിക്കില്ല. കേരളത്തിൽ നിന്നും പ്രാധാന്യമുള്ള ഒരാളും BJPയിൽ ചേർന്നിട്ടില്ല. കേരളത്തിലെ BJP കോൺഗ്രസിനെ ചൊറിയാൻ വരേണ്ട, അതിന് ശക്തമായി തിരിച്ചടി കിട്ടും. ദല്ലാൽ നന്ദകുമാറാണ് CPM ഇടനിലക്കാരനായി നിൽക്കുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും കാലുമാറ്റാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് CPM പ്രവർത്തിക്കുന്നത്. നന്ദകുമാറുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയാൻ MV ഗോവിന്ദിന് ധൈര്യമുണ്ടോ? ജീർണത സംഭവിച്ച പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ഒരാഴ്ചയ്ക്കകം ജയിലിലാക്കുമെന്ന് വ്യവസായ പ്രമുഖൻ വിളിച്ചു പറഞ്ഞിട്ട് ഒരുത്തിനും മിണ്ടിയില്ലല്ലോ. നട്ടിലുള്ള ഒരു CPMകാരനും മറുപടി പറയാനുണ്ടായില്ലല്ലോ. അപ്പോൾ പേടിയുണ്ട്. CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ 2019 CAA സമരത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാനാണ് പിണറായി ആദ്യം തയ്യാറാകേണ്ടതെന്നും സതീശൻ പറഞ്ഞു.